മാറ്റങ്ങളെയും വിപ്ലവങ്ങളെയും കുറിച്ചുള്ള ഒരു വമ്പൻ സംഭവത്തിന്റെ കഥയുമായാണ് ടോപ്പ് ട്യൂഷനിലെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി അഥവാ സമത്വം, ഫ്രെറ്റേണിറ്റി അഥവാ സാഹോദര്യം എന്നീ ശക്തമായ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. 1789 ജൂൺ 20 ഫ്രാൻസിന്റെ തലസ്ഥാനവും ഒരു പ്രധാന യൂറോപ്യൻ നഗരവുമായ പാരീസിൽ വലിയ മഴ പെയ്യുകയായിരുന്നു. നഗരത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു. ഇത് എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തേർഡ് എസ്റ്റേറ്റ് അഥവാ മൂന്നാം എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സാധാരണക്കാരുടെ പ്രതിനിധികൾക്ക് എസ്റ്റേറ്റ്സ് ജനറൽ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് പാർലമെന്റിലേക്കുള്ള പ്രവേശനം വളരെ അപ്രതീക്ഷിതമായി നിഷേധിക്കപ്പെട്ടു. പുറത്താക്കപ്പെട്ടതുകൊണ്ട് ദേഷ്യം വന്ന ഈ പ്രതിനിധികൾ അടുത്തുള്ള ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി. ഫ്രാൻസിലെ ജനങ്ങൾക്ക് യഥാർത്ഥ അധികാരം നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എഴുതി തീർക്കുന്നതുവരെ തങ്ങൾ അവിടെ നിന്ന് പോകില്ല എന്നവർ അവിടെ വെച്ച് ഒരു ഗൗരവമായ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെ മുഴുവനുമുള്ള ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു ഈ ചരിത്ര സംഭവം. ബർബൺ ഡൈനാസ്റ്റി അഥവാ ബർബൺ രാജവംശം എന്ന പരമ്പരയിലെ രാജാക്കന്മാരായിരുന്നു പല പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഈ രാജാക്കന്മാർ ഡെസ്പോട്സ് അഥവാ സ്വേച്ഛാധിപതികളായിരുന്നു. അതായത് അവർ പൂർണ്ണവും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമായ അധികാരത്തോടെയാണ് ഭരണം നടത്തിയിരുന്നത്. രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയായി നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് അവകാശപ്പെടുന്ന ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്ത അവകാശ സിദ്ധാന്തത്തിൽ അവർ ശക്തമായി വിശ്വസിച്ചിരുന്നു. തങ്ങളുടെ അധികാരം നേരിട്ട് ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവർ വിശ്വസിച്ചതുകൊണ്ട് തങ്ങൾ ദൈവത്തോട് മാത്രമാണ് ഉത്തരം പറയാൻ ബാധ്യസ്ഥരെന്നും സാധാരണ ജനങ്ങളോട് ഒരിക്കലുമല്ലെന്നും അവർ കരുതി. ഈ കഠിനമായ സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണച്ചിരുന്ന ആളുകൾ ഈ സിദ്ധാന്തത്തോട് പൂർണ്ണമായും യോജിച്ചു. ഫ്രാൻസിന് എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും രാജാക്കന്മാർ അതിനെ വെറുതെ അവഗണിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ 1614 വർഷത്തിനുശേഷം പാർലമെന്റ് യോഗം ചേരാൻ വിളിച്ചിട്ടുപോലുമില്ലായിരുന്നു. ഏറ്റവും അഹങ്കാരിയായ ബർബൺ രാജാക്കന്മാരിലൊരാളായിരുന്നു ലൂയിസ് ദ 14th അഥവാ 14ാമൻ ലൂയി. താൻ തന്നെയാണ് രാജ്യം എന്ന് അദ്ദേഹം വളരെ പ്രശസ്തമായും ധൈര്യത്തോടെയും പ്രഖ്യാപിച്ചു. ക്രൂരവും അന്യായവുമായ ഈ ഭരണസംവിധാനം സ്വാഭാവികമായും ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് കാരണമായി. 1789 യൂറോപ്പിനെ കാണിക്കുന്ന ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് പല സാമ്രാജ്യങ്ങളായും രാജ്യങ്ങളായും വിഭജിക്കപ്പെട്ട ഒരു വൻകരയെ കാണാൻ കഴിയും. ഗ്രേറ്റ് ബ്രിട്ടൻ അഥവാ ഗ്രേറ്റ് ബ്രിട്ടനും അയർലൻഡും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തപ്പോൾ കിഴക്ക് ഭാഗത്ത് വലിയ റഷ്യൻ എംപയർ അഥവാ റഷ്യൻ സാമ്രാജ്യം ആധിപത്യം സ്ഥാപിച്ചിരുന്നു. മധ്യ യൂറോപ്പ്, പ്രഷ്യ, പോളണ്ട്, ജർമ്മൻ സ്റ്റേറ്റ്സ് അഥവാ ജർമ്മൻ സംസ്ഥാനങ്ങൾ, ഓസ്ട്രിയ, ഹംഗറി തുടങ്ങിയ പ്രദേശങ്ങളാൽ നിറഞ്ഞിരുന്നു. തെക്ക് ഭാഗത്തായി പോർച്ചുഗൽ, സ്പെയിൻ, കൂടാതെ വെനീസ്, നേപ്പിൾസ്, സിസിലി തുടങ്ങിയ ഇറ്റാലിയൻ സംസ്ഥാനങ്ങളും കിടന്നിരുന്നു. തെക്ക് കിഴക്കേ മൂലയിൽ ഓട്ടമൻ എംപയർ അഥവാ ഓട്ടമൻ സാമ്രാജ്യവും ഗ്രീസും ഉണ്ടായിരുന്നു. ഫ്രാൻസ് യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്തത്. പിന്നീട് വന്ന രാജാക്കന്മാരും നാട്ടിനെ നശിപ്പിച്ചു തുടർന്നു. പ്രത്യേകിച്ച് നിരന്തരം യുദ്ധങ്ങൾ നടത്തുകയും അമിതമായ ആഡംബരത്തോടെ ജീവിക്കുകയും ചെയ്ത ലൂയിസ് ദ 15th അഥവാ 15ാമൻ ലൂയി. അദ്ദേഹത്തിന്റെ ചെലവേറിയ ജീവിതശൈലി പൗരന്മാർക്ക് വലിയ ദുരിതം വരുത്തിവെച്ചു. അദ്ദേഹത്തിന്റെ ധൂർത്തായ ശീലങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളെക്കൊണ്ട് വലിയ പുതിയ നികുതികൾ അടയ്ക്കാൻ നിർബന്ധിച്ചു. അടുത്ത രാജാവായ ലൂയിസ് ദ 16th അഥവാ 16ാമൻ ലൂയി തന്റെ ചുമതലകൾ അവഗണിക്കുകയും വിശ്വസ്തരായ മന്ത്രിമാർ രാജ്യം വളരെ നന്നായി നടത്തിക്കൊള്ളും എന്ന് വിഡ്ഢിത്തമായി വിശ്വസിക്കുകയും ചെയ്തു. ഇത് എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ക്വീൻ മേരി ആന്റോനറ്റ് രാജ്ഞി ഭരണത്തിൽ നിരന്തരം ഇടപെടുകയും തോന്നിയ പോലെ പണം ചെലവാക്കുകയും ചെയ്തു. പക്ഷേ രാജാവ് ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ അഭിനയിച്ചു. ഈ അഴിമതികളെല്ലാം ഫ്രഞ്ച് ജനതയെ വല്ലാതെ അസന്തുഷ്ടരാക്കി. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹം എസ്റ്റേറ്റ്സ് അഥവാ എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന 3 സാമൂഹിക വിഭാഗങ്ങളായി കർശനമായി വിഭജിക്കപ്പെട്ടിരുന്നു. പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ വെറുതെ പണം നൽകുന്നു എന്നു പറഞ്ഞുകൊണ്ട് സാധാരണക്കാർക്കിടയിലുള്ള ഒരു പ്രശസ്തമായ ചൊല്ല് ഈ അന്യായ വ്യവസ്ഥയെ കൃത്യമായി വിവരിച്ചിരുന്നു. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിക്കുന്ന ക്ലർജി അഥവാ പുരോഹിതന്മാരുൾപ്പെട്ടതായിരുന്നു ഒന്നാം എസ്റ്റേറ്റ്. സഭയ്ക്ക് വലിയ അധികാരവും സമ്പത്തുമുണ്ടായിരുന്നു. മാത്രമല്ല ഫ്രാൻസിലുടനീളം വലിയ ഭൂപ്രദേശങ്ങൾ അവർക്ക് സ്വന്തമായുണ്ടായിരുന്നു. ഈ ക്ലർജിയിലെ പുരോഹിതന്മാരെ സർക്കാരിന് നികുതി നൽകുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. പണം നൽകുന്നതിനു പകരം ടൈറ്റ് അഥവാ ടൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക നികുതി നേരിട്ട് സഭയ്ക്ക് നൽകാൻ അവർ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചു. ഈ ടൈറ്റ് പ്രകാരം കർഷകർ തങ്ങളുടെ ആകെ കാർഷികോൽപാദനത്തിന്റെ 10-1 നൽകേണ്ടിയിരുന്നു. ഇത് കർഷകർക്ക് ക്ലർജിയോട് വലിയ വെറുപ്പുണ്ടാക്കാൻ കാരണമായി. സമ്പന്നരായ നോബിൾസ് അഥവാ പ്രഭുക്കന്മാരടങ്ങിയതായിരുന്നു രണ്ടാം എസ്റ്റേറ്റ്. ഈ നോബിൾസ് ആഡംബര ജീവിതം നയിച്ചു, സർക്കാരിലെ ഉന്നത ജോലികളെല്ലാം വഹിച്ചു, സൈന്യത്തെ നിയന്ത്രിച്ചു, വലിയ എസ്റ്റേറ്റുകൾ സ്വന്തമാക്കി വെച്ചിരുന്നു. തങ്ങളുടെ ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താൻ അവർ സാധാരണക്കാരിൽ നിന്ന് പലതരം വലിയ നികുതികൾ നിരന്തരം പിരിച്ചെടുത്തു.
എല്ലാവരും തങ്ങളുടെ വരുമാനത്തിന്റെ 20-1 സർക്കാരിന് നൽകണമെന്ന് 1749 പാസാക്കിയ ഒരു നിയമം ആവശ്യപ്പെട്ടു. ഈ നികുതി വിങ്ടിയം എന്നറിയപ്പെട്ടു. എന്നാൽ സമ്പന്നരായ ക്ലർജിയും നോബിൾസും രാജാവിന് ചെറിയൊരു പേരിനൊരു സമ്മാനം നൽകിക്കൊണ്ട് ഈ നിയമത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറി. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാൻ നോബിൾസിന് മറ്റു പല ക്രൂരമായ മാർഗങ്ങളുമുണ്ടായിരുന്നു. ശമ്പളമില്ലാതെ എല്ലാ വർഷവും 3-4 ദിവസം കഠിനാധ്വാനം ചെയ്യാൻ സാധാരണക്കാരെ നിർബന്ധിച്ച കോർവേ എന്ന അവകാശം അവർ ഉപയോഗിച്ചു. ബ്രെഡ്, മുന്തിരി ജ്യൂസ് തുടങ്ങിയ അടിസ്ഥാന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭൂവുടമയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രം വാടക നൽകാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന ബെനാലിറ്റെ അഥവാ ബെനാലിറ്റി എന്നൊരു നികുതി അവർ ഈടാക്കി. തങ്ങളുടെ ഭൂമിയിലുണ്ടാക്കുന്ന ഏതു വീഞ്ഞിനും അവർ ബാൻവിൻ എന്നൊരു പ്രത്യേക കുത്തക നികുതിയും പിരിച്ചെടുത്തു. പാലങ്ങൾ കടക്കാനും റോഡുകൾ ഉപയോഗിക്കാനും ആളുകളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് അവർ പേജ് എന്ന് വിളിക്കുന്ന ടോളുകൾ പോലും സ്ഥാപിച്ചു. വിളവെടുപ്പ് സമയത്ത് അവർ കർഷകരിൽ നിന്ന് ടെറാജ് എന്നൊരു പ്രത്യേക നികുതി കൂടി ആവശ്യപ്പെട്ടു. ആരെങ്കിലും ഈ ആനുകൂല്യങ്ങൾ എടുത്തുകളയാൻ ശ്രമിക്കുമ്പോഴെല്ലാം തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനായി പുരോഹിതന്മാരും നോബിൾസും രാജാവിനെ ശക്തമായി എതിർത്തു. ഈ കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ദുരിതം ഒരു ചരിത്രപരമായ ചിത്രീകരണം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. വലിയൊരു കല്ലിന്മേൽ അഭിമാനത്തോടെ നിൽക്കുന്ന ക്ലർജിയെയും നോബിൾസിനെയും പ്രതിനിധീകരിക്കുന്ന 2 സമ്പന്നരെ ആ ചിത്രത്തിൽ കാണാം. ഈ ഭാരമുള്ള കല്ലിനടിയിൽ ഒരു സാധാരണക്കാരൻ ക്രൂരമായി ഞെരിഞ്ഞമരുകയാണ്. ഇത് ഉന്നതർ പ്രത്യേക ആനുകൂല്യങ്ങൾ ആസ്വദിക്കുമ്പോൾ പാവപ്പെട്ടവരെ എങ്ങനെയാണ് ചവിട്ടിയരച്ചതെന്ന് സൂചിപ്പിക്കുന്നു. ഫ്രഞ്ച് ജനസംഖ്യയുടെ ഭൂരിഭാഗവും തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവരായിരുന്നു. അതിൽ മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗം, നഗരങ്ങളിലെ തൊഴിലാളികൾ, കർഷകർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഈ ആളുകളെ ലളിതമായി കോമൺസ് എന്നാണ് വിളിച്ചിരുന്നത്. അവരിൽ മിക്കവരും വളരെ ഭയാനകവും കഠിനവുമായ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. കർഷകർ ബുദ്ധിമുട്ടുള്ള പണികളെല്ലാം ചെയ്തെങ്കിലും തങ്ങളുടെ വിളകളുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം രാജാവിനും സഭയ്ക്കും നോബിൾസിനും നികുതിയായി നൽകാൻ പോയി. കൂടാതെ സർക്കാർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ശമ്പളമില്ലാത്ത സൈനിക സേവനത്തിന് അവർ നിർബന്ധിതരായി. ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതു റോഡുകളും ജലപാതകളും പാലങ്ങളും നിർമ്മിക്കാൻ അവർക്ക് സൗജന്യമായി ജോലി ചെയ്യേണ്ടതായും വന്നു. 13-ാം നൂറ്റാണ്ടിൽ എല്ലാ സാധനങ്ങൾക്കുമുള്ള നികുതിയായി തുടങ്ങിയ ഗബേലെ എന്ന വളരെ വെറുക്കപ്പെട്ട ഒരു നികുതിയും അന്നുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടോടെ ഗബേലെ ഉപ്പിന് മാത്രം ബാധകമായ രീതിയിൽ മാറ്റപ്പെട്ടു. ഇത് പാവപ്പെട്ടവർക്ക് വലിയ ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യമായി തുടർന്നു. ഇതിനിടയിൽ 18-ാം നൂറ്റാണ്ടിൽ കൃഷിയിലുണ്ടായ പുരോഗതിയും പുതിയ വ്യവസായങ്ങളും മിഡിൽ ക്ലാസ് എന്നറിയപ്പെടുന്ന തികച്ചും പുതിയൊരു സാമൂഹിക വിഭാഗത്തിന്റെ വളർച്ചയിലേക്ക് നയിച്ചു. കച്ചവടം വളർന്നതോടെ പുതിയ നഗരങ്ങൾ നിർമ്മിക്കപ്പെടുകയും അവിടെ ജോലി കിട്ടിയ ആളുകൾ പണമുണ്ടാക്കുകയും ഈ മിഡിൽ ക്ലാസിൽ ചേരുകയും ചെയ്തു. ഫ്രാൻസിനുള്ളിലും അതിന്റെ വിദേശ കോളനികളുമായി കച്ചവടം ചെയ്തുകൊണ്ട് ഫാക്ടറി ഉടമകൾ വളരെ സമ്പന്നരായി. ഈ സമ്പന്നരായ വ്യവസായികൾ കാലക്രമേണ പ്രധാന നഗരങ്ങളുടെയും തുറമുഖങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു. ഡോക്ടർമാർ, വക്കീലന്മാർ, ബാങ്കർമാർ തുടങ്ങിയ വിദ്യാഭ്യാസ സമ്പന്നരായ പ്രൊഫഷണലുകളും ഈ വളരുന്ന മിഡിൽ ക്ലാസിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി. സമ്പത്തും നല്ല വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നിട്ടും ഈ മിഡിൽ ക്ലാസ് സർക്കാരിനും നോബിൾസിനും വലിയ നികുതികൾ നൽകാൻ നിർബന്ധിതരായി. സർക്കാരിലും സൈന്യത്തിലുമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അവർക്ക് നിരന്തരം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അവർ വല്ലാതെ നിരാശരായി. ഈ കഠിന നിരാശ മിഡിൽ ക്ലാസിനെ മാറ്റത്തിനായുള്ള ഒരു ശക്തമായ ഫലമായി മാറ്റി. പ്രശസ്തരായ ചരിത്രകാരന്മാരായ വിൽ ഡ്യൂറണ്ടും ഏരിയൽ ഡ്യൂറണ്ടും പറഞ്ഞത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ യഥാർത്ഥ സത്ത എന്നത് ഈ മിഡിൽ ക്ലാസ് പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും അട്ടിമറിക്കാൻ തീരുമാനിച്ചതാണ്. പഴയ ഭൂപ്രഭു വ്യവസ്ഥയെ തകർക്കാൻ മിഡിൽ ക്ലാസ് പട്ടിണി കിടക്കുന്ന കർഷകരുടെ ദേഷ്യം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. രാജാവിന്റെ ശക്തമായ സൈന്യത്തെ പരാജയപ്പെടുത്താൻ അവർ പാവപ്പെട്ട നഗര തൊഴിലാളികളുടെ ദേഷ്യവും ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തിന്റെ ഒരു പിരമിഡ് ചിത്രം ഒരു പ്രവർത്തനത്തിൽ നൽകിയിട്ടുണ്ട്. തന്റെ ഡിവൈൻ റൈറ്റ് അഥവാ ദൈവദത്ത അവകാശപ്പെടുന്ന രാജാവ് ആ ഘടനയുടെ ഏറ്റവും മുകളിലാണിരിക്കുന്നത്. അദ്ദേഹത്തിന് തൊട്ടു താഴെയായി ക്ലർജിയെ പ്രതിനിധീകരിക്കുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ് ആണുള്ളത്. നടുവിലായി നോബിൾസിനെ പ്രതിനിധീകരിക്കുന്ന സെക്കൻഡ് എസ്റ്റേറ്റ് ഇരിക്കുന്നു. വിശാലമായ ഏറ്റവും താഴത്തെ തട്ടാണ് തേർഡ് എസ്റ്റേറ്റ്. അതിൽ മിഡിൽ ക്ലാസും അതീവ ദരിദ്രരായ കോമൺസും ഉൾപ്പെടുന്നു. 1770കളിൽ ഫ്രാൻസിൽ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് കാര്യങ്ങൾ ഒരു നിയന്ത്രണാതീതമായ അവസ്ഥയിലെത്തിയത്. കാർഷിക ഉൽപ്പാദനം വലിയ രീതിയിൽ കുറഞ്ഞത് ധാന്യങ്ങളുടെ വലിയൊരു ക്ഷാമത്തിന് കാരണമായി. ഈ ക്ഷാമം കാരണം ധാന്യങ്ങൾ, ബ്രെഡ് തുടങ്ങിയ അടിസ്ഥാന ഭക്ഷ്യസാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. 1730-നും 1789-നും
ഇടയിലുള്ള വർഷങ്ങളിൽ ധാന്യങ്ങളുടെ വില വിശ്വസിക്കാനാവാത്ത വിധം 60% വർദ്ധിച്ചത്. എന്നാൽ തൊഴിലാളി വർഗത്തിന് ലഭിച്ചിരുന്ന ശമ്പളം 22% മാത്രമാണ് വർദ്ധിച്ചത്. ഇത് കുടുംബങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. മൃഗങ്ങൾക്കുള്ള തീറ്റയുടെ കടുത്ത ക്ഷാമവും ഒരു വലിയ സംഖ്യ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങാൻ കാരണമായി. വർദ്ധിച്ചുവരുന്ന ഈ പ്രതിസന്ധി ഫ്രാൻസിലെ ജനസംഖ്യയുടെ 1/3 ആളുകളെയെങ്കിലും ഗുരുതരമായി ബാധിച്ചു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് ഗ്രേറ്റ് ബ്രിട്ടനുമായി ഒപ്പുവെച്ച ഒരു വ്യാപാര കരാറിൽ സർക്കാർ ബ്രിട്ടീഷ് സാധനങ്ങളുടെ ഇറക്കുമതി നികുതി വൻതോതിൽ കുറയ്ക്കുന്ന ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു. പെട്ടെന്ന് ഫ്രഞ്ച് വിപണിയിൽ വിലക്കുറഞ്ഞ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ നിറഞ്ഞു. ഇത് തദ്ദേശീയ കരകൗശല തൊഴിലാളികൾക്ക് തങ്ങളുടെ ജോലികൾ പൂർണ്ണമായി നഷ്ടപ്പെടാൻ കാരണമായി. പട്ടിണി കിടക്കുന്ന, തൊഴിലില്ലാത്ത, ദേഷ്യം വന്ന കർഷകരും കരകൗശല തൊഴിലാളികളും സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ അവസാനം തിരുവിലിറങ്ങി. പണത്തിന് ഗതികെട്ട കിങ് ലൂയിസ് ദ 16 പകരമായി സർക്കാർ ബോണ്ടുകൾ നൽകിക്കൊണ്ട് സമ്പന്നരായ ബാങ്കറിൽ നിന്ന് വലിയ തുകകൾ കടമെടുത്തു. കാലക്രമേണ രാജ്യത്തിന്റെ ഖജനാവ് പൂർണ്ണമായി കാലിയായി. കൂടാതെ ബാങ്കർമാർ രാജാവിന് ഇനി ഒരു പൈസ പോലും കടം നൽകാൻ തയ്യാറായില്ല. മിഡിൽ ക്ലാസിന്റെ ഭാഗമായിരുന്ന ഈ ബാങ്കർമാർക്ക് ഈ അന്യായമായ നികുതി വ്യവസ്ഥയോട് അതിയായ ദേഷ്യമുണ്ടായിരുന്നു. സമ്പന്നരായ നോബിൾസ് ഉൾപ്പെടെ എല്ലാ പൗരന്മാരും തുല്യമായി നികുതി അടയ്ക്കുന്ന രീതിയിൽ നികുതി നിയമങ്ങൾ മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ അനീതിക്കെതിരെ പോരാടാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന തീവ്രമായ പുതിയ ആശയങ്ങൾ ബുദ്ധിമാനായ ഫ്രഞ്ച് തത്വജ്ഞാനികൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു ചരിത്രകാരനും എഴുത്തുകാരനും സമൂഹത്തെ നിശിതമായി വിമർശിക്കുന്ന ആളുമായിരുന്ന വോൾട്ടയർ എന്ന പ്രശസ്തനായ ഒരു തത്വജ്ഞാനിയായിരുന്നു അതിലൊരാൾ. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിലും സമ്പന്നരായ ക്ലർജിയുടെ വലിയ അഴിമതികൾ തുറന്നുകാട്ടുന്ന എഴുത്തുകൾ വോൾട്ടയർ നിരന്തരം എഴുതി. അദ്ദേഹത്തിന്റെ ധൈര്യപൂർണമായ എഴുത്തുകൾ വലിയ വിവാദമായതുകൊണ്ട് അദ്ദേഹത്തെ ഫ്രാൻസിൽ നിന്ന് തന്നെ പുറത്താക്കി. വളരെയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു തത്വജ്ഞാനിയായിരുന്നു ജീൻ ജാക്ക് റൂസോ. അദ്ദേഹം ദ സോഷ്യൽ കോൺട്രാക്ട് എന്നൊരു പ്രധാനപ്പെട്ട പുസ്തകമെഴുതി. പൗരന്മാരും അവരുടെ ഗവൺമെന്റും തമ്മിൽ എങ്ങനെ ഇടപെടണം എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി നിർവചിച്ചു. കിങ്ങിന് തങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കാനും വളരാൻ സഹായിക്കാനും കഴിയും എന്നതുകൊണ്ടാണ് ജനങ്ങൾ ഒരു രാജാവിനെ അംഗീകരിക്കുന്നതെന്ന് റൂസോ വാദിച്ചു. ഫ്രഞ്ച് രാജാവ് തന്റെ കടമകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് രാജ്യം ഭരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. നല്ല നിയമങ്ങളാണ് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന റൂസോ ഫ്രാൻസിലെ ക്രൂരമായ അധികാരഘടനയെ ശക്തമായി എതിർത്തു. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണിയിലൂടെ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിച്ചു. മോണ്ടസ്ക്യൂ എന്ന മറ്റൊരു വലിയ ചിന്തകൻ സഭയുടെ ദുഷ്പ്രവൃത്തികളെയും ഭരണകൂടത്തിന്റെ ഭയാനകമായ ക്രൂരതകളെയും കഠിനമായി വിമർശിച്ചു. രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തണമെന്ന് അദ്ദേഹം വാദിച്ചു. വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി സർക്കാരിനെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ എന്നിങ്ങനെ 3 തുല്യ ശാഖകളായി വിഭജിക്കണമെന്ന് മോണ്ടസ്ക്യൂ നിർദ്ദേശിച്ചു. ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന തന്റെ പ്രശസ്തമായ പുസ്തകത്തിൽ അദ്ദേഹം ഈ ആശയങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു. ജോൺ ലോക്ക് എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് തത്വചിന്തകന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ ഉണർത്താൻ സഹായിച്ചു. രാജാക്കന്മാർക്ക് ഭരിക്കാൻ ദൈവദത്തമായ അവകാശമുണ്ടെന്ന ആശയത്തെ പൂർണ്ണമായും തകർക്കുന്ന 2 ട്രീറ്റൈസസ് ഓഫ് ഗവൺമെന്റ് എന്ന പ്രശസ്തമായൊരു കൃതി ലോക്ക് എഴുതി. സഹായിക്കാൻ വേണ്ടി ഫിസിയോക്രാറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം സാമ്പത്തിക വിദഗ്ധരും, പ്രത്യേകിച്ച് ടൂർഗോ, നെക്കർ എന്നീ പേരുകളുള്ള ആളുകളും മുന്നോട്ട് വന്നു. കിങ് ലൂയി ദ 16ന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ച ടൂർഗോ തകർന്ന സമ്പദ്വ്യവസ്ഥയെ ശരിയാക്കാൻ വേണ്ടി വളരെ ബുദ്ധിപരമായ പദ്ധതികൾ തയ്യാറാക്കി. കൂടുതൽ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നികുതിയില്ലാതെ ഭക്ഷണം സ്വതന്ത്രമായി കച്ചവടം ചെയ്യാൻ അനുവദിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പദ്ധതികൾ മിഡിൽ ക്ലാസിനെ സഹായിച്ചു. ഈ ബുദ്ധിപരമായ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ സാമ്പത്തിക നില അല്പം മെച്ചപ്പെടുത്താൻ തുടങ്ങി. എന്നിരുന്നാലും ക്വീൻ മരി ആന്റോയിനറ്റ് ടൂർഗോനെ അതികഠിനമായി വെറുത്തു. കാരണം തന്റെ അനിയന്ത്രിതമായ ചെലവുകൾ നിർത്താൻ അവർ തീർത്തും തയ്യാറായിരുന്നില്ല. രാജ്ഞി പരാതിപ്പെട്ടതുകൊണ്ട് ദുർബലനായ രാജാവ് ടൂർഗോനെ പുറത്താക്കുകയും പകരം നെക്കറിനെ നിയമിക്കുകയും ചെയ്തു. നെക്കർ ഈ നല്ല കാര്യങ്ങൾ തുടരാൻ ശ്രമിച്ചു. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള വളരെ ചെലവേറിയ ഒരു യുദ്ധത്തിലേക്ക് ഫ്രാൻസ് വലിച്ചിഴക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെയും പുറത്താക്കി. ശക്തമായ നാഷണൽ അസംബ്ലിയിൽ നെക്കറിന് വലിയ എതിർപ്പും നേരിടേണ്ടി വന്നു. നെക്കറിന് ശേഷം നിയോഗിക്കപ്പെട്ട ഉപദേഷ്ടാക്കൾ സമ്പദ്വ്യവസ്ഥ ശരിയാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. പൂർണ്ണമായ ഗതികേടുകൊണ്ട് അവസാനമൊരു തിരികെ വരാൻ നെക്കറിനോട് അപേക്ഷിക്കാൻ രാജാവ് നിർബന്ധിതനായി. ആളുകൾ സംസാരിക്കാനും ചർച്ചകൾ നടത്താനും വേണ്ടി സലൂണുകൾ, കോഫി ഹൌസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒത്തുകൂടിയതുകൊണ്ട് ഈ വിപ്ലവകരമായ ആശയങ്ങൾ വളരെ വേഗത്തിൽ പടർന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം വീടുകളിൽ ഈ സലൂണുകൾ സംഘടിപ്പിച്ചു. ഈ സ്വകാര്യ യോഗങ്ങളിൽ ആളുകൾ തത്വചിന്തകരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അപകടകരമായ ആശയങ്ങളെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്തു. സാധാരണ പൗരന്മാരും പത്രജർണാധികരും ദിവസവും ഒത്തുകൂടുന്ന വളരെ ജനപ്രിയമായ മീറ്റിംഗ് സ്ഥലങ്ങളായും കോഫി ഹൌസുകളും മാറി. ജീവൻ തുടിക്കുന്ന ഈ കഫേകളിൽ വെച്ച് ആളുകൾ രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തെ ധൈര്യമായി വിമർശിക്കുകയും വിപ്ലവകരമായ പ്രതിഷേധങ്ങൾ സജീവമായി ആസൂത്രണം ചെയ്യുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് അടിയന്തരമായി കൂടുതൽ നികുതി പിരിക്കേണ്ടതുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കി.
നെക്കറിന്റെ ഉപദേശമനുസരിച്ച് ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടാൻ കിങ് ലൂയി XVI സമ്മതിച്ചു. ഇതൊരു വലിയ സംഭവമായിരുന്നു. കാരണം 175 വർഷമായി ഈ പാർലമെന്റ് യോഗം ചേരാൻ അനുവദിച്ചിരുന്നില്ല. ഇത് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഒത്തുകൂടിയ ഉടനെ വോട്ടിംഗ് എങ്ങനെ സംഘടിപ്പിക്കും എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 3 വ്യത്യസ്ത മുറികളിൽ യോഗം ചേരാൻ നിർബന്ധിക്കപ്പെട്ട 3 പ്രത്യേക ഗ്രൂപ്പുകളായി പാർലമെന്റ് വിഭജിക്കപ്പെട്ടു. വളരെ കുറച്ചുപേരെ മാത്രം പ്രതിനിധീകരിക്കുന്ന ക്ലർജിക്ക് 285 സീറ്റുകൾ നൽകി. ഏകദേശം 1,40,000 പൗരന്മാർ മാത്രമുണ്ടായിരുന്ന നോബിൾസിന് 308 സീറ്റുകൾ ലഭിച്ചു. ഫ്രാൻസിലെ ജനസംഖ്യയുടെ ഒട്ടുമിക്ക ഭാഗവുമായിരുന്ന സാധാരണക്കാർക്ക് വെറും 621 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലെ അംഗങ്ങൾക്ക് കുടുംബസ്വത്തിലൂടെ തങ്ങളുടെ സീറ്റുകൾ പാരമ്പര്യമായി ലഭിച്ചു. എന്നാൽ സാധാരണക്കാർക്ക് ശരിക്കും തിരഞ്ഞെടുപ്പിലൂടെയാണ് വരേണ്ടിയിരുന്നത്. ഈ 3 ഗ്രൂപ്പുകൾക്കും മൊത്തത്തിൽ ഓരോ വോട്ട് വീതം മാത്രമേ ലഭിക്കൂ എന്നായിരുന്നു പഴയതും അനീതിയുമായ വോട്ടിംഗ് നിയമം. പുരോഹിതന്മാരും നോബിൾസും ഈ പഴയ നിയമത്തെ ശക്തമായി പിന്തുണച്ചു. തങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്താൽ തങ്ങളുടെ 2 വോട്ടുകൾ ചേർന്ന് വലിയ സഭയായ തേർഡ് എസ്റ്റേറ്റിന്റെ ഒറ്റ വോട്ടിനെ എപ്പോഴും പരാജയപ്പെടുത്താമെന്ന് അവർക്കറിയാമായിരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരുടെ പ്രതിനിധികൾ തങ്ങളുടെ നാടുകളിൽ നിന്നുള്ള പരാതികളുടെ വലിയൊരു പട്ടികയുമായിട്ടാണ് എത്തിയത്. വളരെ ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കിങ് ലൂയി XVI യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. ഈയൊരു ദുരന്തത്തിന് പ്രധാന കാരണം ഒരു പാർലമെന്ററി വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച് രാജാവിന് തീരെ അറിവുണ്ടായിരുന്നില്ല. നീതിക്കായി കൊതിച്ച തേർഡ് എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ 3 ഗ്രൂപ്പുകളും ഒരു മുറിയിലിരുന്ന് ഒരുമിച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും സമ്പന്നരായ പുരോഹിതന്മാരും നോബിൾസും ഇത് ചെയ്യാൻ തീർത്തും വിഷദിച്ചു. ഈ കടുത്ത വിശദീകരണം കാരണം 1789 ജൂൺ 17 സാധാരണക്കാർ നാടകീയമായൊരു നടപടിയെടുത്തു. തങ്ങൾ മാത്രമാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ പ്രതിനിധികൾ എന്ന് അവർ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു. തങ്ങളുടെ പേര് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് ഔദ്യോഗികമായി മാറ്റി. ഇതിന് മറുപടിയായി സമ്പന്നരായ ഉന്നതരുടെ പക്ഷം ചേർന്ന കിങ് ലൂയി XVI മീറ്റിംഗ് ഹാളിന്റെ വാതിലുകൾ പൂട്ടുകയും അവിടെ കാവൽ നിൽക്കാൻ ആയുധനേറിയ സൈനികരോട് ഉത്തരവിടുകയും ചെയ്തു. തോറ്റു പിന്മാറാൻ വിസമ്മതിക്കുന്നതുകൊണ്ട് ജൂൺ 20 ജോൺ സിൽവെയിൻ ബൈലി, അബേ CS, മിറേബോ എന്നീ പേരുകളുള്ള സാധാരണക്കാരുടെ നേതാക്കൾ ആ സംഘത്തെ അടുത്തുള്ള ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിലേക്ക് നയിച്ചു. ഫ്രാൻസിനു വേണ്ടി നീതിയുക്തമായൊരു ഭരണഘടന നിർമ്മിക്കുന്നതുവരെ തങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് ആ കോർട്ടിനുള്ളിൽ വെച്ച് അവർ ശക്തമായൊരു പ്രതിജ്ഞയെടുത്തു. ഈ ജനനിബിഡമായ മുറിയിൽ അവർ തങ്ങളുടെ വാഗ്ദാനം നൽകുമ്പോഴുണ്ടായിരുന്ന ആവേശം ഒരു പ്രശസ്തമായ പെയിന്റിംഗ് ചിത്രീകരിക്കുന്നു. ഈ ധൈര്യപൂർവമായ പ്രവൃത്തി ചരിത്രത്തിലുടനീളം ടെന്നീസ് കോർട്ട് അക്കോർഡ് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പ്രശസ്തമായി. ഈ സംഭവം കാരണം ആ പ്രത്യേക ഒത്തുകൂടൽ എന്നേക്കുമായി ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് ഓർമ്മിക്കപ്പെട്ടു. കിങ് ലൂയി XVI തന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ നെക്കറിനെ പുറത്താക്കുകയും പാരീസ് വിട്ടുപോകാൻ ഉത്തരവിടുകയും ചെയ്തപ്പോൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വഷളായി. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇത് ജനങ്ങളെ വലിയ ദേഷ്യത്തിലാക്കി. പ്രകോപിതരായ ജനക്കൂട്ടം ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി പാരീസിലുടനീളമുള്ള ധാന്യപ്പുരകളുടെയും ബേക്കറികളുടെയും നിയന്ത്രണത്തിൽ ഉടനടി പിടിച്ചെടുത്തു. തുടർന്ന് അവർ ആയുധങ്ങൾ ശേഖരിച്ച് 1789 ജൂൺ 14 ബാസ്റ്റിൽ എന്ന് വിളിക്കുന്ന വലിയൊരു ജയിലിലേക്ക് ധൈര്യമായി ആക്രമിച്ചു. ക്രൂരരായ ബുർബോൺ രാജാക്കന്മാരുടെ ശക്തമായൊരു പ്രതീകമായി നിലനിന്നതുകൊണ്ട് ബാസ്റ്റിൽ ജനങ്ങളാൽ വളരെ വെറുക്കപ്പെട്ടിരുന്നു. ദേഷ്യം വന്ന പൗരന്മാർ, അതിൽ ധൈര്യവതികളായ നിരവധി സ്ത്രീകളും ഉൾപ്പെടെ, കോട്ടയെ ആക്രമിക്കാൻ പീരങ്കികളും നീണ്ട കുന്തങ്ങളും ഉപയോഗിക്കുന്ന അതിശക്തമായൊരു യുദ്ധശ്രീന് പുസ്തകത്തിലെ ചിത്രത്തിൽ കാണാം. വെറും ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ആയുധമേന്തിയ പൗരന്മാർ പാരീസ് നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും ഏറ്റെടുത്തു. ബാസ്റ്റിലിന്റെ നാടകീയമായ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമെന്ന് ഔദ്യോഗികമായി കണക്കാക്കപ്പെടുന്നത്. അക്രമം വൈകാതെ നഗരത്തിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്കും പടർന്നു. കടുത്ത ദേഷ്യം കാരണം പ്രകോപിതരായ കർഷകർ സർക്കാർ നികുതി പിരിവുകാരെ ക്രൂരമായി ആക്രമിച്ചു. ജനങ്ങളുടെ ദേഷ്യം കണ്ട കിങ് ലൂയി XVI ഭയന്നുപോയി. ഭയം കാരണം നാഷണൽ അസംബ്ലി പാസാക്കിയ പുതിയ നിയമങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം അവസാനം സമ്മതിച്ചു. സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി നാഷണൽ അസംബ്ലി വേഗത്തിൽ നിരവധി പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ പാസാക്കി. അവർ അടിമത്തമെന്ന ക്രൂരമായ രീതി ഔദ്യോഗികമായി നിർത്തലാക്കി. സമ്പന്നരായ നോബിൾസ് കൈവശം വെച്ചിരുന്ന എല്ലാ പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർ എന്നേക്കും എടുത്തുകളഞ്ഞു. സാധാരണക്കാർ കാത്തലിക് ചർച്ചിന് നൽകേണ്ടിയിരുന്ന വലിയ നികുതി അവർ റദ്ദാക്കി. അനീതിയായുള്ള മറ്റെല്ലാ അധിക നികുതികളും അവർ പൂർണ്ണമായും റദ്ദാക്കി. വിപ്ലവത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾ വളരെ വലുതും നിർണായകവുമായ പങ്കുവഹിച്ചു. കടുത്ത ഭക്ഷ്യദൗർലഭ്യവും പൂർണ്ണമായും സഹകരിക്കാനുള്ള രാജാവിന്റെ വിസമ്മതവും കാരണം നടപടിയെടുക്കാൻ സ്ത്രീകൾ തീരുമാനിച്ചു. രാജകുടുംബം താമസിച്ചിരുന്ന പാലസ് ഓഫ് വേഴ്സായ് അഥവാ വാഴ്സായ് കൊട്ടാരത്തിലേക്ക് ആയിരക്കണക്കിന് ദേഷ്യം വന്ന സ്ത്രീകൾ നേരിട്ട് മാർച്ച് ചെയ്തു. ഈ ധൈര്യപൂർവമായ മാർച്ചിൽ ചൂലുകൾ, വാളുകൾ, കുന്തങ്ങൾ, തോക്കുകൾ തുടങ്ങിയ ലളിതമായ ആയുധങ്ങൾ അവർ കയ്യിലേന്തി.
ഈ വലിയ ജനക്കൂട്ടം രാജാവിനെയും കുടുംബത്തെയും ബലമായി പാരീസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാണ് ഗുഡ് ബൈ വേഴ്സായ് എന്ന പേരിലുള്ള പ്രശസ്തമായൊരു ചിത്രം. പാരീസിലെത്തിയ ശേഷം നാഷണൽ അസംബ്ലി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും യാതൊരു തർക്കവുമില്ലാതെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കാമെന്ന് ലൂയി XVI വാഗ്ദാനം ചെയ്തു. ഒലിംപ്യ ദെ ഗോജസ് എന്ന പേരുള്ള പ്രശസ്തയായ നാടകകൃത്തും ആക്ടിവിസ്റ്റും ഈ കാലഘട്ടത്തിൽ സ്ത്രീ സമത്വത്തിനു വേണ്ടിയുള്ള ശക്തമായ ശബ്ദമായി മാറി. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന പേരിൽ അവർ ഒരു പ്രധാനപ്പെട്ട പുസ്തകമെഴുതി. ഈ ധൈര്യപൂർവമായ പുസ്തകത്തിൽ സമൂഹത്തിൽ പുരുഷന്മാർക്കുള്ള അതേ അവകാശങ്ങളും അധികാരങ്ങളും സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മാഡം ജാനെ റോളണ്ട് എന്ന പേരുള്ള മറ്റൊരു ധൈര്യവതിയായ ആക്ടിവിസ്റ്റും സ്ത്രീ സമത്വത്തിനായി കഠിനമായി പോരാടി. ഈ ശക്തമായ മുന്നേറ്റങ്ങൾ കാരണം സ്വത്തുവകകൾ സ്വന്തമാക്കാനുള്ള നിയമപരമായ അവകാശവും വിവാഹമോചനം നേടാനുള്ള അവകാശവും സ്ത്രീകൾ വിജയകരമായി നേടിയെടുത്തു. വിപ്ലവത്തിനുള്ള തങ്ങളുടെ പിന്തുണയ്ക്കൊരു പ്രധാനപ്പെട്ട മാർഗമായി വസ്ത്രധാരണം വരെ മാറി. സമ്പന്നരായ നോബിൾസ് പരമ്പരാഗതമായി ബ്രീച്ചസ് അഥവാ മുട്ടുവരെ മാത്രം എത്തുന്ന പാന്റുകളാണ് ധരിച്ചിരുന്നത്. നോബിൾസിനോട് പ്രതിഷേധിക്കാൻ പാവപ്പെട്ട തൊഴിലാളികളും കർഷകരും ഉപ്പൂറ്റിവരെ എത്തുന്ന പാന്റലൂൺസ് അഥവാ പാന്റുകൾ ധരിക്കാൻ തുടങ്ങി. ഈ തൊഴിലാളി വർഗ വിപ്ലവകാരികൾ സ്വയം അഭിമാനത്തോടെ സാൻ കുലോട്ടുകൾ എന്ന് വിളിക്കുകയും അവരുടെ നീണ്ട പാന്റുകൾ കലാപത്തിന്റെ ഒരു പ്രശസ്തമായ പ്രതീകമായി മാറുകയും ചെയ്തു. വിപ്ലവകാരികൾ ഫ്രിജിയൻ ക്യാപ്പ് അഥവാ ഫ്രിജിയൻ തൊപ്പി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചുവന്ന തൊപ്പിയും ധരിക്കാൻ തുടങ്ങി. തങ്ങൾ അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും അവസാനമായി സ്വതന്ത്രരായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തൊഴിലാളികൾ ഈ തിളങ്ങുന്ന ചുവന്ന തൊപ്പി പ്രത്യേകമായി ധരിച്ചത്. തുടർന്ന് നാഷണൽ അസംബ്ലി ഫ്രാൻസിനു വേണ്ടി പൂർണ്ണമായും പുതിയൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി. ഈ ഭരണഘടനയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ അഥവാ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പേരുള്ള ഒരു ശക്തമായ രേഖയായിരുന്നു. വിവേകത്തെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളോടെ മുകൾ ഭാഗത്തും 2 മാലാഖമാർ കാവൽ നിൽക്കുന്ന വലിയ കൽപ്പലകകളിൽ അതിന്റെ വരികൾ എഴുതിവച്ചിരിക്കുന്നതായും ഈ രേഖയുടെ ഒരു ചിത്രീകരണത്തിൽ കാണാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, സ്വതന്ത്രരായി തുടരുന്നു, കൂടാതെ തങ്ങളുടെ അവകാശങ്ങളിൽ തികച്ചും തുല്യരാണെന്നും ആ രേഖ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷ, അടിച്ചമർത്തലിനെ ചെറുക്കാനുള്ള അവകാശം എന്നിവയുൾപ്പെടുന്ന ജനങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഏതൊരു സർക്കാരിന്റെയും പ്രധാന ലക്ഷ്യമെന്ന് അത് പ്രഖ്യാപിച്ചു. യഥാർത്ഥ പരമാധികാരം അഥവാ പരമോന്നതാധികാരം പൂർണ്ണമായും രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമാണ്, അല്ലാതെ ഒരു രാജാവിന് മാത്രമല്ല എന്നത് വ്യക്തമായി വിശദീകരിച്ചു. മറ്റൊരാളെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്കെന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ലിബർട്ടി എന്ന ആ രേഖ വളരെ മനോഹരമായി നിർവചിച്ചു. സമൂഹത്തെ സജീവമായി ഉപദ്രവിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ നിയമം തടയാവൂ എന്നും അതിൽ പറഞ്ഞിരുന്നു. ഫ്രാൻസിലെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വ്യവസ്ഥകളെ നാഷണൽ അസംബ്ലി പൂർണ്ണമായും മാറ്റിമറിച്ചു. രാജ്യത്തുടനീളം തുല്യമായി ബാധകമാകുന്ന ഒരൊറ്റ ഏകീകൃത ഭരണഘടന അവർ വിജയകരമായി സൃഷ്ടിച്ചു. തകർന്ന സമ്പദ്വ്യവസ്ഥയെ ശരിയാക്കാൻ അവർ അസൈൻനേറ്റ് എന്നു പേരുള്ള തികച്ചും പുതിയൊരു പേപ്പർ കറൻസി അച്ചടിച്ചു. ഒരു അസൈൻനേറ്റ് നോട്ടിന്റെ ചിത്രത്തിൽ മനോഹരമായ ഫ്രഞ്ച് കൈയക്ഷരവും 50 ലിവ്രേസ് എന്ന മൂല്യവും കാണിക്കുന്നു. നേരത്തെ മതനേതാക്കൾ നിയന്ത്രിച്ചിരുന്ന വലിയ ഭൂമികളും സ്വത്തുകളും സർക്കാർ പിടിച്ചെടുത്തു. അവർ പൂർണ്ണമായ മതസഹിഷ്ണുത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതായത് ആളുകൾക്ക് സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കാം എന്ന്. പള്ളിയിലെ പുരോഹിതന്മാർ വെറും സാധാരണ സർക്കാർ ജീവനക്കാരായി മാറി കൃത്യമായ ശമ്പളം വാങ്ങുന്ന രീതിയിൽ അവർ നിയമങ്ങളും മാറ്റി. വലിയ ദേശീയ കടം വീട്ടാൻ സഹായിക്കുന്ന സുരക്ഷിതമായൊരു ബോണ്ട് പോലെ പ്രവർത്തിക്കാനാണ് യഥാർത്ഥത്തിൽ പുതിയ അസൈനേറ്റ് കറൻസി ഉദ്ദേശിച്ചിരുന്നത്. എന്നിരുന്നാലും തങ്ങളുടെ ദൈനംദിന ചെലവുകൾ നേരിടാൻ സർക്കാർ വളരെ ഭയാനകമായൊരു തെറ്റ് ചെയ്യുകയും അതിയായ അളവിൽ അസൈനേറ്റ് നോട്ടുകൾ അച്ചടിക്കുകയും ചെയ്തു. വലിയ തോതിലുള്ള ഈ അമിത അച്ചടി പെട്ടെന്നുള്ള പണപ്പെരുപ്പത്തിന് കാരണമായി. ഇത് 1796ഓടെ പണത്തിന്റെ മൂല്യം പൂർണ്ണമായും നഷ്ടപ്പെടാനിടയാക്കി. 1792-ൽ നാഷണൽ അസംബ്ലിക്ക് പകരം നാഷണൽ കൺവെൻഷൻ എന്ന് വിളിക്കുന്ന തികച്ചും പുതിയൊരു ഭരണസംഘം വന്നു. ഫ്രാൻസ് ഇനി മുതൽ ഒരു റിപ്പബ്ലിക്കാണെന്ന് ഈ നാഷണൽ കൺവെൻഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതായത് ഇനി അവിടെ രാജാക്കന്മാരുണ്ടാകില്ല എന്ന്. തുടർന്ന് കിങ് ലൂയിസ് XVI ഔദ്യോഗികമായി വധിക്കാൻ അവർ ഞെട്ടിക്കുന്നൊരു തീരുമാനമെടുത്തു. ജക്കോബിനുകൾ അഥവാ ജാക്കോബിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീവ്ര രാഷ്ട്രീയ വിഭാഗം ഈ പുതിയ റിപ്പബ്ലിക്കിന്റെ പൂർണ്ണ നിയന്ത്രണം പെട്ടെന്ന് പിടിച്ചെടുത്തു. ജക്കോബിൻ കോൺവെന്റ് എന്ന സ്ഥലത്ത് തങ്ങളുടെ യോഗങ്ങൾ നടത്തിയിരുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജാക്കോബിൻസിന് ആ പേര് കിട്ടിയത്. അവരുടെ ഏറ്റവും ശക്തനും പ്രശസ്തനുമായ നേതാവ് റോബസ്പിയർ എന്നൊരു വ്യക്തിയായിരുന്നു. വിപ്ലവം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ അയൽരാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ജാക്കോബിൻസ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി അഥവാ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി എന്നൊരു അടിയന്തര സംഘത്തിന് രൂപം നൽകി. ഡാന്റൺ, ഹീബർട്ട്, മാലറ്റ്, പിന്നെ റോബസ്പിയർ തുടങ്ങിയ നേതാക്കളുടെ കർശന നിയന്ത്രണത്തിലാണ് ഈ കമ്മിറ്റി ഭീകരവാഴ്ച എന്നറിയപ്പെടുന്ന ഭയാനകമായൊരു കാലഘട്ടം തുടങ്ങിയത്. നോബിൾസും പുരോഹിതന്മാരും ഉൾപ്പെടെ രാജാവിനെ പിന്തുണയ്ക്കുന്നു എന്ന് സംശയിക്കുന്ന ആരെയും ഉടൻ രാജ്യദ്രോഹിയായി മുദ്രകുത്തി തിങ്ങിനിറഞ്ഞ ജയിലുകളിൽ അടച്ചു.
സെപ്റ്റംബർ മസാക്കർ അഥവാ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഭയാനകമായൊരു സംഭവത്തിൽ 1500ഓളം തടവുകാരെ പാരീസിലെ തെരുവുകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ക്രൂരമായി കൊല്ലപ്പെട്ടു. ആളുകളെ വേഗത്തിൽ വധിക്കാൻ അവർ ഗില്ലറ്റിൻ എന്നു വിളിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു പുതിയ യന്ത്രം ഉപയോഗിച്ചു. ഇത് കണ്ടുപിടിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലറ്റിൻ എന്ന ആളിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യന്ത്രം ഇരയുടെ തല ഉടൻ വെട്ടിമാറ്റാൻ താഴെ വീഴുന്ന ഭാരമുള്ള മൂർച്ചയുള്ള ബ്ലേഡുള്ള ഒരു ഉയർന്ന മരച്ചട്ടുകൂടായിരുന്നു. ഒരു ഇരയുടെ മേൽ ആ ഭാരമുള്ള ബ്ലേഡ് വീഴാൻ തയ്യാറായി ഉയർന്ന ഭയാനകമായ ഈ യന്ത്രത്തിനരികിൽ നിൽക്കുന്ന ഒരു ആരാച്ചാരനെ ഗില്ലറ്റിന്റെ ഒരു ചിത്രീകരണത്തിൽ കാണാം. കിങ് ലൂയിസ് XVI ക്വീൻ മാരി ആന്റോനറ്റും രണ്ടുപേരെയും ഈ ഭയപ്പെടുത്തുന്ന യന്ത്രം ഉപയോഗിച്ചാണ് ക്രൂരമായി വധിക്കപ്പെട്ടത്. കാലക്രമേണ ജനങ്ങൾക്ക് ഈ അവസാനമില്ലാത്ത രക്തച്ചൊരിച്ചിൽ മടുത്തു. തുടർന്ന് സാക്ഷാൽ റോബസ്പിയർ ഉൾപ്പെടെയുള്ള റെയിൻ ഓഫ് ടെററിലെ ക്രൂര നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തു. ഈ തീവ്ര കാലഘട്ടത്തിൽ പരമ്പരാഗതമായ ക്രിസ്ത്യൻ കലണ്ടറിനു പകരം വിപ്ലവകാരികൾ പൂർണ്ണമായും പുതിയൊരു മതേതര കലണ്ടർ വരെ ഉണ്ടാക്കി. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായ ദിവസം, അതായത് 1792 സെപ്റ്റംബർ 22 അവർ ഒന്നാം വർഷത്തെ ഔദ്യോഗിക ആദ്യ ദിവസമാക്കി മാറ്റി. 7 ദിവസത്തെ ആഴ്ചകൾക്ക് പകരം ഈ വിചിത്രമായ പുതിയ കലണ്ടർ മാസത്തെ കൃത്യം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാക്കി വിഭജിച്ചു. വിപ്ലവകാലത്ത് സജീവമായായിരുന്ന മറ്റൊരു രാഷ്ട്രീയ വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ അഥവാ ജിറോണ്ടിസ്റ്റ്സ്. അക്രമകാരികളായ ജക്കോബിനുകളെക്കാൾ മുതമേധാവികളായിരുന്നു അവർ. പ്രധാനമായും ജിറോണ്ടെ പ്രദേശത്തു നിന്നുള്ള സമ്പന്നരായ ഭൂവുടമകളെയും വ്യാപാരികളെയും അവർ പ്രതിനിധീകരിച്ചു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 തികച്ചും പുതിയൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി. ഇത് ഡയറക്ടറി എന്ന പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ കാരണമായി. കൃത്യം 5 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഡയറക്ടറി നടത്തിയിരുന്നത്. എന്നാൽ വളരെ വേഗം അവർ കടുത്ത അഴിമതിക്കാരായി മാറി. അവരുടെ മോശം ഭരണം ജനങ്ങളെ വീണ്ടും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. ഇത് ജനങ്ങൾക്ക് പുതിയ സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാൻ കാരണമായി. ഈ കുഴപ്പങ്ങൾക്കെല്ലാമിടയിലും ഫ്രഞ്ച് വിപ്ലവം വലുതും നല്ലതുമായ മാറ്റങ്ങൾക്ക് കാരണമായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൂരമായ ഫ്യൂഡൽ വ്യവസ്ഥയുടെ പൂർണ്ണമായ തകർച്ചയാണ്. സഭയുടെ ഉടമസ്ഥതയിലുള്ള വിശാലമായ ഭൂപ്രദേശങ്ങൾ വളരുന്ന മിഡിൽ ക്ലാസിന് നിയമപരമായി കൈമാറി. സമ്പന്നരായ നോബിൾസിന്റെ സ്വത്തുക്കൾ പൂർണ്ണമായും പിടിച്ചെടുത്ത് അവരുടെ പ്രത്യേകവും അന്യായവുമായ ആനുകൂല്യങ്ങൾ എന്നേക്കുമായി നിരോധിച്ചു. കച്ചവടം കൃത്യവും നീതിപരവുമാക്കാൻ വേണ്ടി മെട്രിക് സിസ്റ്റം അഥവാ മെട്രിക് സമ്പ്രദായം എന്നറിയപ്പെടുന്ന തൂക്കങ്ങളുടെയും അളവുകളുടെയും ഒരു പുതിയ സംവിധാനവും ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനമായി ആധുനിക നാഷണലിസം അഥവാ ദേശീയത എന്ന ആശയത്തിന് വിപ്ലവം ജന്മം നൽകി. വിപ്ലവത്തിനു മുൻപ് രാജ്യമെന്നത് ഒരു രാജാവിന്റെ ഉടമസ്ഥതയിലുള്ള വെറും ഭൂമി മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷം രാജ്യം അവിടുത്തെ ഒറ്റക്കെട്ടായ ജനങ്ങളുടേതായി മാറി. യഥാർത്ഥ പരമാധികാരം അഥവാ പരമോന്നതാധികാരം പൂർണ്ണമായും രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമാണ്, അല്ലാതെ ഒരു രാജാവിനു മാത്രമല്ല എന്നത് വ്യക്തമായി വിശദീകരിച്ചു. ഡയറക്ടറി അവിശ്വസനീയമായിരുന്നതുകൊണ്ട് അത് നെപ്പോളിയൻ ബോണപാർട്ട് എന്ന മിടുക്കനായ സൈനിക ജനറലിന് നല്ലൊരവസരമായി തോന്നി. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് താൻ കണ്ടുവെന്നും തന്റെ വാളുകൊണ്ടതെടുത്തു വൃത്തിയാക്കി തന്റെ തന്നെ തലയിൽ വെച്ചുവെന്നും നെപ്പോളിയൻ ധൈര്യമായി അവകാശപ്പെട്ടു. കുഴപ്പം നിറഞ്ഞതും അഴിമതി നിറഞ്ഞതുമായ സമൂഹത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് സമ്പൂർണ്ണ അധികാരം ബലമായി പിടിച്ചെടുത്തത് എന്നീ പ്രശസ്തമായ ഉദ്ധരണി വ്യക്തമായി വിശദീകരിക്കുന്നു. അദ്ദേഹം ഡയറക്ടറിയെ പുറത്താക്കി 3 കോൺസുലന്മാരുടെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാർ സ്ഥാപിച്ചു. അതിൽ അദ്ദേഹം സ്വയം ശക്തനായ 1ാം കോൺസലായി. വളരെ കുറച്ചു സമയത്തിനുശേഷം നെപ്പോളിയൻ ഫ്രാൻസിന്റെ പരമോന്നത ചക്രവർത്തി അഥവാ എംപററായി ഔദ്യോഗികമായി കിരീടമണിഞ്ഞു. ചക്രവർത്തി എന്ന നിലയിൽ നെപ്പോളിയൻ നെപ്പോളിയോണിക് കോഡ് അഥവാ നെപ്പോളിയൻ കോഡ് എന്ന് വിളിക്കുന്ന ഒരു വലിയ കൂട്ടം ഭരണ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇത് പഴയ ഫ്യൂഡൽ നിയമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി നിയമപരമായ സമത്വം ഉറപ്പാക്കി. അദ്ദേഹം മാർപ്പാപ്പയുമായി കോൺകോർഡാറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക കരാറിലും ഒപ്പുവെച്ചു. ഇത് മറ്റു മതങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം കാത്തലിക് ചർച്ചിന്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതായി വ്യവസ്ഥ ചെയ്തു. വിദ്യാഭ്യാസത്തിന് വലിയ വില കൽപ്പിച്ചിരുന്ന നെപ്പോളിയൻ സൈന്യത്തിനും സിവിൽ സർവീസിനുമായി മിടുക്കരായ ആളുകളെ പരിശീലിപ്പിക്കാൻ ലീസേകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക സർക്കാർ സ്കൂളുകൾ നിർമ്മിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന നാഷണൽ നെറ്റ്വർക്ക് സ്ഥാപിച്ച് അദ്ദേഹം വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. തകർന്ന സമ്പദ്വ്യവസ്ഥയെ ശരിയാക്കാൻ അദ്ദേഹം ബാങ്ക് ഓഫ് ഫ്രാൻസ് അഥവാ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച് രാജ്യത്തിന് മുഴുവനായും ഒരു വിശ്വസനീയമായ ഒരൊറ്റ കറൻസി സമ്പ്രദായം ഉണ്ടാക്കി. തന്റെ പക്കലായ ശക്തിയെ അദ്ദേഹം കാര്യക്ഷമവും ഉന്നത പരിശീലനം ലഭിച്ചവും ആയ ബറ്റാലിയനുകളായി പുനഃസംഘടിപ്പിച്ചു. ഫ്രാൻസിന്റെ ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി നെപ്പോളിയൻ യൂറോപ്പിലുടനീളം നിരവധി വലിയ യുദ്ധങ്ങൾ നയിച്ചു. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ ശക്തമായ രാജ്യങ്ങളെ വിജയകരമായി പരാജയപ്പെടുത്തി. എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ദ്വീപരാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടനായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേന ബ്രിട്ടനിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ കടലിൽ യുദ്ധം ചെയ്തവരെ കീഴടക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് നെപ്പോളിയൻ അറിയാമായിരുന്നു. പകരം ബ്രിട്ടന്റെ കച്ചവടം പൂർണ്ണമായും നശിപ്പിക്കാൻ അദ്ദേഹം കോണ്ടിനെന്റൽ സിസ്റ്റം അഥവാ കോണ്ടിനെന്റൽ പദ്ധതി എന്നൊരു ബുദ്ധിപരമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കി.
ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദമുള്ളതോ ആയ ഏതൊരു രാജ്യവും ബ്രിട്ടീഷുകാരുമായി സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഈ നിയമം കർശനമായി നിരോധിച്ചു. ദൗർഭാഗ്യവശാൽ നെപ്പോളിയന് ഈ വലിയ ബഹിഷ്കരണം പരാജയപ്പെട്ടു. ഇത് പിന്നീട് വിനാശകരമായ പുതിയ യുദ്ധങ്ങൾക്ക് കാരണമായി. 1815 നടന്ന പ്രശസ്തമായ വാട്ടർലൂ യുദ്ധത്തിൽ ശാശ്വതമായി അദ്ദേഹം പരാജയപ്പെട്ടു. ഈ കാലഘട്ടത്തിലെ യൂറോപ്പിന്റെ ഭൂപടം നെപ്പോളിയന്റെ ഭരണകാലത്തെ ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ വലിയ വലിപ്പം കാഴ്ചയിൽ വ്യക്തമാക്കുന്നു. സ്പെയിൻ, ഇറ്റാലിയൻ പ്രദേശങ്ങൾ തുടങ്ങിയ കീഴടക്കിയ സംസ്ഥാനങ്ങളാലും പ്രൂഷ്യ, ഗ്രാൻഡ് ഡച്ചി ഓഫ് വാർസോ തുടങ്ങിയ സഖ്യരാജ്യങ്ങളാലും ചുറ്റപ്പെട്ട മധ്യ ഫ്രഞ്ച് സാമ്രാജ്യം ആ ഭൂപടം കാണിക്കുന്നു. ഭൂപടത്തിൽ കട്ടിയായി ഷെയ്ഡ് ചെയ്തിട്ടുള്ള ശത്രുരാജ്യങ്ങളിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് കൂടാതെ വിശാലമായ റഷ്യൻ എംപയർ എന്നിവ ഉൾപ്പെടുന്നു. നെപ്പോളിയൻ അവസാനമായി പരാജയപ്പെട്ട ശേഷം വിജയിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ 1815 കോൺഗ്രസ് ഓഫ് വിയന്ന അഥവാ വിയന്ന കോൺഗ്രസ് എന്ന പേരിൽ വലിയൊരു യോഗം ചേർന്നു. അതിപ്രധാനമായ ഈ സമാധാന സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് മെറ്റാനിക് എന്നു പേരുള്ള ശക്തനായ ഓസ്ട്രിയൻ ചാൻസലറായിരുന്നു. ഈ കോൺഗ്രസിലെ നേതാക്കൾ ഫ്രഞ്ച് ആധിപത്യം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും യൂറോപ്പിന്റെ ഭൂപടം നാടകീയമായി മാറ്റിവരയ്ക്കുകയും ചെയ്തു. പല വിപ്ലവകരമായ മാറ്റങ്ങളെയും പൂർണ്ണമായും പിന്നോട്ടടിച്ചുകൊണ്ട് യൂറോപ്പിലുടനീളം പഴയ പരമ്പരാഗത രാജാക്കന്മാരെ വീണ്ടും അധികാരത്തിലേറ്റാൻ അവർ തീരുമാനിച്ചു. ഫ്രാൻസിൽ അവർ പഴയ ബർബൺ രാജകുടുംബത്തെ ഔദ്യോഗികമായി വീണ്ടും സിംഹാസനത്തിലിരുത്തി. സമുദ്രങ്ങൾക്കു മേലുള്ള ബ്രിട്ടന്റെ പരമാധികാരം അവർ ഔദ്യോഗികമായി അംഗീകരിക്കുകയും കിഴക്കൻ യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യയെ അനുവദിക്കുകയും ചെയ്തു. കൂടാതെ മധ്യ യൂറോപ്പിന്മേലുള്ള പരമാധികാരം ഓസ്ട്രിയയ്ക്കായിരിക്കും എന്നവർ സമ്മതിച്ചു. ട്രീ ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം എന്നു വിളിക്കപ്പെടുന്ന വളരെ കൗതുകകരമായ ഒരു പ്രതീകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഈ ആശയം അമേരിക്കയിലാണ് തുടങ്ങിയതെങ്കിലും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ആളുകൾ തങ്ങൾ പുതുതായി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കാൻ പുതു ഇടങ്ങളിൽ ശരിക്കും മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പ്രശസ്തമായ ആ ചുവന്ന ഫ്രിജിയൻ ക്യാപ്സ് തൂക്കിയിട്ടുകൊണ്ട് അവർ ഈ മരങ്ങളുടെ കൊമ്പുകൾ അഭിമാനത്തോടെ അലങ്കരിക്കാറുണ്ടായിരുന്നു. വളരെ കൗതുകകരമായൊരു കാര്യം, മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ എന്ന ഇന്ത്യൻ ഭരണാധികാരിക്ക് ഈ വിപ്ലവകരമായ ആശയങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു എന്നതാണ്. ബ്രിട്ടീഷുകാരെ കഠിനമായി വെറുത്തിരുന്നതുകൊണ്ട് ടിപ്പു സുൽത്താൻ തന്റെ തലസ്ഥാന നഗരിയായ ശ്രീരംഗപട്ടണത്ത് തന്റേതായ ഒരു ട്രീ ഓഫ് ലിബർട്ടി നട്ടുപിടിപ്പിച്ചു. ഇത് എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചുരുക്കത്തിൽ, നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കുവേണ്ടി സാധാരണക്കാർ ധൈര്യമായി പോരാടിയതുവഴി നയിക്കപ്പെട്ട ചരിത്രത്തിലെ സ്മാരകതുല്യമായ ഒരു വലിയ സംഭവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിൽ ജനിച്ച സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം എന്നീ മഹത്തായ ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഫ്രഞ്ച് അവകാശ പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള ഭാവി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് എങ്ങനെ പ്രചോദനമായി എന്നവർ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ഈ മഹത്തായ പോരാട്ടം തന്നെയാണ് പിൽക്കാല ലോക ചരിത്രത്തിന് എക്കാലവും വലിയൊരു മാതൃകയായത്. ഓൺലൈൻ ഫോർ കേരള, ഓഫ്ലൈൻ ഫോർ പാലക്കാട്. ജോയിൻ us today.